ഹായ്, മലയാളത്തിൽ നിന്ന് ഇനി വരാനിരിക്കുന്ന വളരെ പ്രതീക്ഷയുള്ള 3 സിനിമകളാണ്. ഒന്ന് ദൃശ്യം 3, ആട് 3, അതുപോലെ പാട്രിയറ്റ്. ഈ 3 സിനിമകളും റിലീസ് ചെയ്യുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. ആട് 3 മാർച്ച് 19-ന്, ദൃശ്യം 3 ഏപ്രിൽ 2, പാട്രിയോട്ട് ഏപ്രിൽ 23. ഗൾഫ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം ഈ സിനിമകളുടെ റിലീസിംഗ് മാറ്റിവെക്കുമോ എന്നുള്ള ഒരു പേടി എല്ലാവരിലും ഉണ്ടായിരുന്നു. കുറച്ച് തിയേറ്ററുകാരുമായി സംസാരിച്ചപ്പോൾ ആട് 3 കൃത്യമായി 19-ന് തന്നെ, അതായത് മാർച്ച് 19-ന് തന്നെ എത്തുമോ എന്നുള്ളൊരു കൺഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഗൾഫ് മേഖലയിലെ അന്തരീക്ഷം കുറച്ച് ശാന്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സിനിമകളെല്ലാം അതാത് സമയത്ത് റിലീസ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ആട് 3. വലിയ ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആട് 3യുടെ പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബുവിനോട് ഒരു ഓൺലൈൻ ചാനൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ദൃശ്യം 3 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമയാണ് ആട് 3. അതിന്റെ വിജയ സാധ്യതയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദൃശ്യം 3 കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സിനിമയാണ് ആട് 3 എന്നുള്ളതാണ് ആ ചോദ്യം. അതിന് വിജയ് ബാബു കൃത്യമായി തന്നെ ഉത്തരം പറയുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ദൃശ്യം 3ക്കും 2 ആഴ്ച മുൻപേ റിലീസിംഗ് പ്ലാൻ ചെയ്തത്, അതുകൊണ്ടാണല്ലോ എന്ന്. അതായത് വിജയ് ബാബു പറയാതെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൃശ്യം 3 ഏപ്രിൽ 2-നാണ് റിലീസിംഗ് എന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങൾ മാർച്ച് 19-ലേക്ക് സിനിമയെ ഇറക്കാൻ തീരുമാനിച്ചത്. ദൃശ്യം 3-കൊപ്പമോ അത് കഴിഞ്ഞിട്ടോ ആട് 3 റിലീസായി കഴിഞ്ഞാൽ അത് ആട് 3-നെ ബാധിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ദൃശ്യം ഇറങ്ങുന്നതിന് മുൻപ് ഒരു 2 ആഴ്ച മുൻപെങ്കിലും ആട് 3 ഇറക്കിയാൽ മാത്രമാണ് ആ 2 ആഴ്ച കാലം നല്ല രീതിയിൽ കളക്ഷൻ സിനിമയ്ക്ക് വരികയുള്ളൂ എന്ന് ആടിന്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായിട്ടറിയാം. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മാർച്ച് 19 എന്ന ഡേറ്റ് ആട് 3യുടെ അണിയറക്കാർ തീരുമാനിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ സിനിമ കത്തിക്കയറും എന്നുള്ളൊരു കാര്യം. ദൃശ്യം 3 ഇറങ്ങി ഒരാഴ്ച കഴിഞ്ഞ് റിലീസായാലും 2 ആഴ്ച കഴിഞ്ഞ് റിലീസായാലും മറ്റുള്ള സിനിമകളെ അത് ബാധിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ദൃശ്യം 3ക്ക് ഫാമിലി ഓഡിയൻസ് കത്തിക്കയറും. വലിയ സിനിമകൾ അതിനിടയിൽ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച കളക്ഷൻ ആ സിനിമകൾക്ക് ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൃശ്യം 3ക്കും 2 ആഴ്ച മുൻപേ ആട് 3 റിലീസ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് വിജയ് ബാബു ഉദ്ദേശിച്ചത്. ഇപ്പോൾ പാട്രിയറ്റ് എന്ന സിനിമ എന്തുകൊണ്ടാണ് ഏപ്രിൽ 23-ലേക്ക് മാറ്റിയത്? അവർക്ക് അതിനേക്കാളും നല്ല ഡേറ്റ് മുൻപ് ഉണ്ടായിരുന്നു. ദൃശ്യം 3 എന്നാണോ റിലീസിംഗ് തീരുമാനിക്കുന്നത് അതിന് 2 ആഴ്ച മുൻപ്, അല്ലെങ്കിൽ ദൃശ്യം 3 റിലീസായി 3 ആഴ്ച കഴിഞ്ഞ്, ഈ ഒരു രീതിയിൽ തന്നെയാണ് വലിയ ചിത്രങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ദൃശ്യം 3യെ പ്രേക്ഷകർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ദൃശ്യം 3 ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. ബഡ്ജറ്റ് വെച്ച് ദൃശ്യം 3യെക്കാളും ഒരുപാട് മടങ്ങ് മുകളിലാണ് ഈ പറയുന്ന പാട്രിയോട്ടും അതുപോലെ ആട് 3യും. ബഡ്ജറ്റ് വെച്ച് ദൃശ്യം 3യെക്കാളും ഈ സിനിമകൾ മുന്നിലാണെങ്കിലും ബിസിനസ് പരമായിട്ട് മറ്റുള്ള സിനിമകളെക്കാളും, അതായത് ഈ പാട്രിയറ്റിനെയും ആട് 3യെക്കാളും ഒരുപാട് മുകളിലാണ് ദൃശ്യം 3യുടെ ബിസിനസ്. അതാണ് ആ സിനിമയുടെ വലിപ്പം, പ്രേക്ഷകരിലുള്ള പ്രതീക്ഷ. എന്തായാലും വിജയ് ബാബു കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നു. അതുകൊണ്ടാണല്ലോ ദൃശ്യം 3 റിലീസ് ചെയ്യുന്നതിനും 2 ആഴ്ച മുൻപ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത് എന്ന്. എന്തായാലും വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് ഈ പറയുന്ന പാട്രിയറ്റ് ആയാലും ദൃശ്യമായാലും ആട് 3 ആയാലും. ഈ 3 സിനിമകളും തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറട്ടെ. പറഞ്ഞ സമയത്ത് തന്നെ റിലീസ് ചെയ്യാൻ സാധിക്കട്ടെ. കോടികൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരട്ടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.